പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് LGS വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ മൂന്നാമത്തെ മാസ്റ്റർ ക്ലാസ് ആണ്. രണ്ട് ടോപ്പിക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ഹൈക്കോടതിയും പഠിച്ചു കഴിഞ്ഞു. കേരള ഹിസ്റ്ററിയിൽ നിന്നും കേരളത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭയെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളാണ് ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്നത്. അതായത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞ പരീക്ഷ മാത്രമല്ല, CPO, WCPO, അതുപോലെ തന്നെ ബെവ്കോ, VFA തുടങ്ങുന്ന ഡിഗ്രി ലെവൽ അടക്കമുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കമുള്ള മുഴുവൻ പരീക്ഷകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ മാസ്റ്റർ ക്ലാസ്സിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. കുറച്ച് കുട്ടികളാണെങ്കിലും ഫോളോ ചെയ്യുന്നവർക്ക് ഏറ്റവും ഗുണപ്രദമാകണം, ഒരു പ്രഹസനമാവരുത് എന്ന തരത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടിയും, ഇപ്പോൾ ഒരു 100 പേരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ 100 പേരും നിങ്ങൾ ഒരു കമന്റ് ചെയ്യണം. കാരണം ഇതിന് പിന്നിൽ ഒരു നല്ല എഫേർട്ട് ഉണ്ട്. ഒരു കമന്റ്, ഒരു ലൈക്ക്, ഇത് നിർബന്ധമായി നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമന്റായി രേഖപ്പെടുത്തണം. അത് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ. അത് ചെയ്യാതെ ഈ ക്ലാസ് നിങ്ങൾ കാണരുത്. ഈ ക്ലാസ്സിന്റെ അവസാനം, തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ക്ലാസ് കണ്ടാൽ യൂട്യൂബിലെ ഏറ്റവും മികച്ച രീതിയിൽ ഇതിനേക്കാൾ അപ്പുറം ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് വരരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടെ, എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് മുഴുവനും, ക്ലാസിന്റെ തുടക്കം മുതൽ മുഴുവനും കാണാൻ വേണ്ടി പ്രിയ ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ശ്രദ്ധിക്കണം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? 1, ഇന്ത്യയുടെ വിഭജനം. 2, അഭയാർത്ഥി പ്രവാഹം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. 1, ഇന്ത്യയുടെ വിഭജനം. 2, അഭയാർത്ഥികൾ. വിഭജിക്കപ്പെടുമ്പോൾ അവിടെ അഭയാർത്ഥികൾ ഉണ്ടാകും. അഭയാർത്ഥികൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പോകുമല്ലോ വിഭജിക്കുന്ന സ്ഥലത്ത്, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അഭയാർത്ഥി പ്രവാഹം. ഇത് രണ്ടുമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ശ്രദ്ധിക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടതുണ്ട് ബ്രിട്ടീഷുകാർക്ക്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആളെ അതിനു വേണ്ടി നിയമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് മൗണ്ട് ബാറ്റൺ എന്നാണ്. അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി, ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ആ പ്ലാനിനെ അറിയപ്പെടുന്ന പേരാണ് ലൂയിസ് മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്ന ആൾ തയ്യാറാക്കിയ ആ പ്ലാനിനെ വിളിക്കുന്ന പേരാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ. ശ്രദ്ധിക്കണം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്ന വ്യക്തിയാണ് ബാറ്റൺ, ലൂയിസ് മൗണ്ട് ബാറ്റൺ. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് 1947 മാർച്ച് 22-ാം തീയതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണത്. 1947 മാർച്ച് 22-ാം തീയതിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിലേക്ക് എത്തുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് മൗണ്ട് ബാറ്റൺ, ലൂയിസ് മൗണ്ട് ബാറ്റൺ. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് 1947 മാർച്ച് മാസം 22-ാം തീയതിയാണ്. എന്തിനാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത്? ഇന്ത്യയെ വിഭജിക്കണം, ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നൽകണം. ഈ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നതും ഒരു പദ്ധതി തയ്യാറാക്കുന്നതും. ആ പദ്ധതിയെ വിളിക്കുന്ന പേരെന്താണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നാണ്. ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് എന്തെല്ലാം പേരുകളിൽ അറിയപ്പെട്ടത്? പ്രധാനപ്പെട്ട 3 പേരുകളിലാണ് ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെട്ടത്. 1, ജൂൺ 3 പ്ലാൻ എന്ന്.
ജൂൺ 3rd പ്ലാൻ PSC ചോദിച്ചിട്ടുണ്ട്. ജൂൺ 3rd പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി, ബാൾക്കൺ പദ്ധതി എന്ന്, ഡിക്കി ബേർഡ് പ്ലാൻ എന്ന്, ഇങ്ങനെ 3 പേരുകളിൽ ബാൾക്കൺ പദ്ധതി, ഡിക്കി ബേർഡ് പ്ലാന്, ജൂൺ 3rd പ്ലാൻ, ഈ 3 പേരുകളിലും അറിയപ്പെട്ട പേര് അല്ലെങ്കിൽ അറിയപ്പെട്ട പദ്ധതി മൗണ്ട് ബാറ്റൺ പ്ലാൻ ആണ്. ശ്രദ്ധിക്കൂ, വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷകളിലെ ടോപ്പിക്കാണ് ഇത്. ഇന്ന് ക്ലാസ്സിൽ തരുന്ന ടോപ്പിക്കിനോളം വലിപ്പമുള്ള മറ്റൊരു ടോപ്പിക്ക് വേണമെങ്കിൽ PSC പരീക്ഷയ്ക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അതിശയോക്തിയായി പറയാൻ കഴിയും. അത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. ഈ വർഷത്തെ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക. 1947 ജൂൺ 3 ഡൽഹിയിൽ സമ്മേളിക്കുന്ന കോൺഗ്രസിന്റെ സമ്മേളനം, ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് ഈ ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നത്. അപ്പോ മൗണ്ട് ബാറ്റൺ പ്ലാൻ അവതരിപ്പിക്കുന്നത് എവിടെ വെച്ചാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് 1947 ജൂൺ 3 ഈ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതി അറിയപ്പെടുന്ന ഒരു പേരാണ് ജൂൺ 3rd പ്ലാൻ. അപ്പോ ജൂൺ 3rd പ്ലാൻ എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പ്ലാൻ ആണ്. ബാൾക്കൺ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെയാണ് ഈ ഒരു പദ്ധതിയെ അറിയപ്പെടുന്നത്. മൗണ്ട് ബാറ്റൺ പദ്ധതി മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു ആശയം, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്കൊരു രാജ്യം തന്നെ നൽകാം. എങ്ങനെയാ? മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു രാജ്യം തന്നെ അനുവദിക്കണം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യയെ വിഭജിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച വ്യക്തി ഗാന്ധിജിയാണ്. അദ്ദേഹം ഭയങ്കരമായി വേദനിച്ചു. അദ്ദേഹത്തെ പോലെയുള്ള, അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് എന്താ പറയുക, മാനസികമായിട്ട് അടുപ്പമുള്ളവരെല്ലാം ഇന്ത്യയുടെ വിഭജനത്തെ വേദനയോടെയാണ് കണ്ടത്. നോക്കണം, ഈ കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൺ പദ്ധതിയെ അംഗീകരിക്കുന്നു. കോൺഗ്രസും അംഗീകരിക്കുന്നു, മുസ്ലിം ലീഗും അംഗീകരിക്കുന്നു. ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് ഡൽഹിയിൽ വെച്ച് നടന്ന 1947 ജൂൺ 3 ഡൽഹിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിലാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അവതരിപ്പിക്കുന്നത്. മൗണ്ട് ബാറ്റൺ പദ്ധതി നമ്മളോട് എന്ത് പറയുന്നു? മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ ഒരു രാജ്യം നൽകാം എന്ന് പറയുന്ന ഒരു ആശയം മൗണ്ട് ബാറ്റൺ പദ്ധതിയുടേതാണ്. എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ ഒരു പദ്ധതിയെ അംഗീകരിക്കുന്നു എന്നതാണ്. ശ്രദ്ധിക്കണം. ഓക്കെ, അധികാരം ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയിലേക്ക് അധികാരം കൈമാറണമല്ലോ. അങ്ങനെ കൈമാറാൻ ഒരു തീയതി നമുക്ക് നിശ്ചയിക്കേണ്ടതുണ്ട്. 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഒരു തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് കൊച്ചുകുട്ടികൾക്കും അറിയാം. ഈ ഒരു തീയതിയെ നിശ്ചയിച്ച പദ്ധതി ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം. അത് മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് അധികാര കൈമാറ്റത്തിന് വേണ്ടി 1947 ഓഗസ്റ്റ് 15 തിരഞ്ഞെടുത്തത്. ഇങ്ങനെ മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി, മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്ന വ്യക്തിയെ സഹായിച്ചത് VP മേനോനാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ സഹായിച്ച വ്യക്തിയുടെ പേര് VP മേനോൻ എന്നാണ്. മൗണ്ട് ബാറ്റൺ, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരുപാട് ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഏറ്റവും അവസാനത്തെ ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്തിനു വേണ്ടി? മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വരുന്നു. ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്ലാസ്സിലെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് എന്ന്. എന്തുകൊണ്ടാണ്? സ്വതന്ത്ര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എല്ലാ പോയിന്റുകളും വിവിധങ്ങളായ PSC പരീക്ഷകളിൽ ചോദിച്ചതാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ചോദിക്കാത്ത ഏത് പരീക്ഷയാണ് ഉള്ളത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ കുറിച്ച് നമ്മൾ അറിയണം, കേൾക്കണം, പഠിക്കണം. ശ്രദ്ധിക്കണം, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്ന അവസാനത്തെ ആക്ടാണ്, അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി
ഓക്കെ, 1947 ഫെബ്രുവരി മാസം 20 നടത്തിയ പ്രഖ്യാപനമാണ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്ന് അറിയപ്പെടുന്നത്. ക്ലെമന്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മളാണ് ഇത്രയും നാൾ നാടിനെ ഭരിച്ചിരുന്നത്, നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം എന്ന ആഗ്രഹത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ഫെബ്രുവരി 27 1947 നടത്തുന്ന ഒരു പ്രഖ്യാപനം അറിയപ്പെടുന്ന പേരാണ് ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തെ ജവഹർലാൽ നെഹ്റു പറയുകയാണ്, വിശേഷിപ്പിക്കുകയാണ് ധീരമായ കാൽവയ്പ് എന്ന്. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ കാൽവയ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ കാൽവയ്പ് എന്ന് വിശേഷിപ്പിക്കുന്നു. ക്ലെമന്റ് ആറ്റ്ലിയെ കുറിച്ചാണ്. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് അവതരിപ്പിക്കുന്നത് 1947 ജൂലൈ മാസം 4 തൊട്ടടുത്ത ദിവസം തന്നെ ജൂലൈ 5 പാർലമെന്റ് അത് പാസാക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസാക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, 1947 ജൂലൈ മാസം 18 ഈ ഒരു ബില്ലിന് ബ്രിട്ടീഷ് രാജാവിന്റെ അംഗീകാരം കൂടി ലഭിക്കുന്നു. അങ്ങനെ അത് നിയമമായി മാറുന്നു. ശ്രദ്ധിക്കണം, ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് അവതരിപ്പിക്കുന്നത് 1947 ജൂലൈ മാസം 4 അത് പാസാക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് അത് പാസാക്കുന്നത് ജൂലൈ മാസം 5 രാജാവ് അതിന് അംഗീകാരം നൽകുന്നത് ജൂലൈ മാസം 18 1947. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന ബില്ലിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒപ്പുവെച്ച തീയതി നമ്മൾ കേട്ടു. അങ്ങനെ ഒപ്പുവെച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ജോർജ് ആറാമൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് മാസം 15 ഇത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുന്നത് 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, അത് ലേബർ പാർട്ടിയാണ്. നിരവധി പരീക്ഷകളിലെ ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷിലെ അധികാരത്തിലെ പാർട്ടി ലേബർ പാർട്ടിയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമുക്കിവിടെ കുറെ കാര്യങ്ങൾ അറിയാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ബ്രിട്ടന്റെ രാജാവ് ആരായിരുന്നു? അത് ജോർജ് ആറാമനായിരുന്നു. ജോർജ് ആറാമൻ. പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മൾ ഒരിക്കലും മറക്കൂല, ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം. ക്ലെമന്റ് ആറ്റ്ലിയുടെ ആ പ്രഖ്യാപനത്തെ ധീരമായ കാൽവയ്പ് എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, അല്ലെ വിശേഷിപ്പിച്ചത്. അപ്പോ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. രാജാവ് ആരായിരുന്നു? ജോർജ് ആറാമൻ ആയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യയുടെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ ആയിരുന്നു. ഇന്ത്യയുടെ വൈസ്രോയി. അപ്പോ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു പ്രസ്ഥാനമല്ലേ കോൺഗ്രസ്. അപ്പോ ഈ കോൺഗ്രസിന്റെ INC-യുടെ പ്രസിഡന്റ് ആരായിരുന്നു? അത് JB കൃപലാനി. അപ്പൊ KPCCയോ KPCCയുടെ പ്രസിഡന്റ്. എന്റെ ചോദ്യം, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നത്, അതായത് പ്രാബല്യത്തിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ദിവസമായിരുന്നു? വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഈ സ്ലൈഡ് മൊത്തം നന്നായിട്ട് പഠിക്കണേടാ. ശ്രദ്ധിക്കണം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടന്റെ രാജാവ് ആരായിരുന്നു? ജോർജ് ആറാമനായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വൈസ്രോയി മൗണ്ട് ബാറ്റൺ ആയിരുന്നു. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു JB കൃപലാനി ആയിരുന്നു. KPCC പ്രസിഡന്റ് ആയിരുന്നു കേളപ്പനായിരുന്നു. ഏത് ദിവസമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആയതോ? അതൊരു വ്യാഴാഴ്ച ദിവസമാണ്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് ഒരു വ്യാഴാഴ്ച ദിവസമാണ്.
സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അല്ലെ ഇന്ത്യ വിഭജനം. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നമുക്കൊരു അതിർത്തി നിർണ്ണയിക്കേണ്ടതുണ്ട്. ഇതിനപ്പുറം പാകിസ്ഥാൻ, ഇതിനിപ്പുറം ഇന്ത്യ എന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ചുമതലപ്പെടുത്തിയ ആ ഒരു അതിർത്തി നിർണയ കമ്മിറ്റിയുടെ തലവൻ, 5 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ അതിന്റെ തലവനായിരുന്ന വ്യക്തിയാണ് സിറിൽ റാഡ്ക്ലിഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുകൊണ്ടാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ ആ രേഖ റാഡ്ക്ലിഫ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനു വേണ്ടി ബ്രിട്ടീഷുകാര് അതിനുവേണ്ടി നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അത് എത്ര പേരായിരുന്നു? ആൾക്കാർ എത്ര പേരായിരുന്നു? 5 പേരായിരുന്നു. 5 പേരായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു അതിർത്തി റാഡ്ക്ലിഫ് ലൈൻ എന്ന് അറിയപ്പെടുന്നത്. ഇത് എവിടെയായിരുന്നു ഈ അതിർത്തി നിർണയം കൂടുതലായി നടന്നത്? പഞ്ചാബിലും ബംഗാളിലുമായിരുന്നു വിഭജനം നടന്ന പ്രധാനപ്പെട്ട 2 പ്രവിശ്യകൾ. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി വന്ദേ മാതരം ആലപിച്ചത് ആരാണ്? സുജേതാ കൃപലാനി. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ വേദിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹാളിൽ വെച്ചാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ വേദി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ വനിതകളെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട്, നമ്മൾ പുരുഷന്മാരെ മാത്രമല്ല ഇന്ത്യൻ വനിതകളെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് ത്രിവർണ പതാക കൈമാറുന്നു ഹൻസ മേത്തയ്ക്ക് വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ത്രിവർണ പതാക കൈമാറുന്നു. ഇതെല്ലാം പോയിന്റാണ്, ഇതെല്ലാം മുട്ടായി ആയിട്ടുള്ള പോയിന്റാണ്, പഠിക്കണം. ഓക്കെ, അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റണും അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നിലവിൽ വരുന്നു. 1947 ഓഗസ്റ്റ് 15-ാം തീയതി എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരികയാണ്. ആ ആക്ട് അത് വരുന്നതോടുകൂടി ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൺ പ്രഭുവും അതേപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മന്ത്രിസഭയും അധികാരത്തിലേൽക്കുന്നു. ഇനി ഇന്ത്യ വിഭജനത്തെ തുടർന്ന് കുറെ സ്ഥലങ്ങളിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ അവിടെ കുറെ വർഗീയ ലഹളകൾ ആളിക്കത്തുന്നു. അങ്ങനെ പ്രധാനമായും ഇത്തരത്തിലുള്ള വർഗീയ ലഹളകൾ നടക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് കൽക്കട്ട, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. ഓക്കെ, ഇന്ത്യയുടെ വിഭജനം ഒരു വല്ലാത്ത ദുഃഖമാണ് ഗാന്ധിജിയിൽ ഉണ്ടാക്കിയത്. ഇന്ത്യ വിഭജനത്തെ എന്താ പറഞ്ഞത്? ആധ്യാത്മിക ദുരന്തം എന്നാണ്. ഇന്ത്യയുടെ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഈ ഒരു ഇന്ത്യ വിഭജനത്തെ തുടർന്ന് കേശവദേവ് എഴുതിയ ഒരു നോവലുണ്ട്. ആ നോവലിന്റെ പേര് ഭ്രാന്താലയം എന്നാണ്. ഭ്രാന്താലയം എന്ന നോവൽ എഴുതിയത്, ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭ്രാന്താലയം എന്ന നോവൽ എഴുതിയത് കേശവദാസ് ആണ്. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ഒരു നാടിനെ നന്മയിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള ഹൗസിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ വൈകുന്നേരം 5:17 വെടിയേറ്റ് മരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണ ദിവസം, അദ്ദേഹം രക്തസാക്ഷിയാകുന്ന ദിവസം, അദ്ദേഹത്തിന്റെ മരണ ദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖനായ നേതാവാണ് സർദാർ വല്ലഭായി പട്ടേൽ. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ഘാതകന്റെ പേരാണ് നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. ആ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ആ ഘാതകനെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാല ജയില്, പഞ്ചാബ്. അപ്പോ ഈ പഞ്ചാബിൽ ഈ നാഥുറാം ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ പേരാണ് ആപ്തെ, നാരായൺ ദത്താത്രേയ ആപ്തെ എന്നാണ്. അതായത് ഇറ്റാലിയൻ നിർമ്മിതമായ ഒരു പിസ്റ്റൾ കൊണ്ടാണ്
ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. ഓക്കെ, ബെറിറ്റ പിസ്റ്റൾ കൊണ്ടാണ് ഗാന്ധിജി അവസാനമായി ഹേ റാം എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉച്ചരിക്കുന്നത്. ഹേ റാം എന്ന വാക്ക്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന പേര് രാജ്ഘട്ട് എന്നാണ്. ഈ ഗാന്ധിജിയുടെ കൊലപാതകത്തെക്കുറിച്ച്, ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് കപൂർ കമ്മീഷൻ. കപൂർ കമ്മീഷനാണ് ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. രക്തമാംസങ്ങളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് നാളെ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയുടെ മരണാനന്തരം പറഞ്ഞ വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ലോകം കണ്ട ഏറ്റവും എന്താ പറയുക ബുദ്ധിമാനായ ശാസ്ത്രജ്ഞരുടെ ലിസ്റ്റിൽ വരുന്ന ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രക്തമാംസങ്ങളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് നാളെ വരും തലമുറകൾ വിശ്വസിച്ചൊന്നും വരുന്നില്ല. ഗാന്ധിജിയെ പോലെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഗാന്ധിജിയുടെ മരണ വാർത്ത അറിഞ്ഞ് ബെർണാഡ് ഷാ പറഞ്ഞത് കൂടുതൽ നല്ലതാകുന്നത് നല്ലതല്ല. അത് നമ്മൾ പറയാറുണ്ട്, കൂടുതൽ നല്ലതാകുന്നത് നല്ലതല്ല എന്ന്, അല്ലെ? അങ്ങനെയാണ് ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം ബെർണാഡ് ഷാ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നത്, എല്ലായിടത്തും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. എല്ലായിടത്തും ഇരുട്ടാണ്, നമ്മുടെ പ്രകാശമെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു എന്ന് ഗാന്ധിജിയുടെ മരണാനന്തരം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ഈ ഒരു പരീക്ഷയിൽ, വരാനിരിക്കുന്ന പരീക്ഷയിൽ, എല്ലാ പരീക്ഷയിലും കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കേട്ടത്. പഠിക്കണം, നന്നായി പഠിക്കണം. നമുക്ക് മുന്നിൽ പരീക്ഷകൾ ഒരുപാട് വരാൻ പോവുകയാണ് 2026. 2026 നമ്മളൊരു ജോലി നേടി മാറണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടി നിർത്തണം. 2026 എല്ലാ പരീക്ഷകളും നന്നായിട്ട് എഴുതണം. നമുക്ക് ജോലി കിട്ടേണ്ടതുണ്ട്, അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ജോലി കൊണ്ട് മാത്രമേ കഴിയൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 4ാമത്തെ ക്ലാസ് തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.